പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ ഒരു ഷോപ്പ് കണ്ടോ? കാണിച്ചു തരാം. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു കുഞ്ഞു ഷോപ്പാണിത് കേട്ടോ. കാണിച്ചു തരാം. ബ്രോ, നമസ്കാരം. പിന്നെന്താ, എങ്ങനെ പോകുന്നു പുതിയ ബിസിനസ്സും സംരംഭമൊക്കെ ആയിട്ട്? കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നമുക്ക് ഈ ഷോപ്പ് ഒന്ന് കാണാൻ വേണ്ടി നമ്മുടെ ഫോളോവേഴ്സിനൊക്കെ ഒന്ന് കാണിച്ചേക്കാം. പിന്നെന്താ, തീർച്ചയായിട്ടും. അപ്പൊ ഇവിടെ എന്തൊക്കെ ടോയ്സ് ആ ഉള്ളത്? നമുക്ക് കൂടുതലും മെറ്റൽ കാർസാണ് വരുന്നത്. അപ്പൊ അത് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. മെറ്റൽ വരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ കാർസും ഉണ്ട്. പിന്നെ കുറച്ച് ഇന്ത്യൻ കാർസ് ഉണ്ട്, അത് പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. ഇത് നമ്മുടെ അഖിൽ ബ്രോ ആണ്. ബ്രോ ഒന്ന് പരിചയപ്പെടുത്തേരെ. എൻ്റെ പേര് അഖിൽ എന്നാണ്. അപ്പം നേരത്തെ ഞാൻ കുറച്ച് മിനിയേച്ചേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ജോസി ബ്രോയ്ക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു, ഞാൻ 2 തവണ വിളിച്ചില്ല എന്നുള്ളത്. അപ്പൊ ഇപ്രാവശ്യം പിന്നെ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയപ്പം ഞാൻ നേരത്തെ ഒരു മെസ്സേജ് ഇട്ടു. പരാതി തീർന്നല്ലോ. അപ്പം നമ്മുടെ ശബരിമലയുടെ ഒക്കെ മിനിയേച്ചർ ചെയ്ത് ആള് വളരെ ശ്രദ്ധേയമായ വ്യക്തിയാണ്. നമ്മളൊരു പബ്ലിസിറ്റിയുടെ ആവശ്യം ഇദ്ദേഹത്തിനില്ല എങ്കിലും നമുക്ക് ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് ടോയ്സ് ഉണ്ടല്ലേ. നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു 20 വയസ്സിന് മേലോട്ടും 45 വയസ്സിന് തിരിച്ചാ കുട്ടികളെക്കാട്ടി കൂടുതൽ പ്രായമുള്ളവരാണ് കൂടുതലും വരുന്നത്. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് കാണിച്ചു കൊടുത്തേക്കാം അല്ലേ. സ്റ്റാർട്ടിങ് ഇതേന്ന് തുടങ്ങാം. ഇതിപ്പോ അത്യാവശ്യം നമ്മുടെ ഹോട്ട് വീൽസിന്റെ അത്രയും ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിലും ഏകദേശം ആ ഒരു ഇതിൽ വരുന്ന സാധനങ്ങളാണ് വരുന്നത്. കളക്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ഇത്. ഒരു 10-72 പീസ് വരുന്നതാണ്. അപ്പം തീർന്നിരിക്കുക കുറച്ച് ഇതിൻ്റെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെയാണ് വേറെ കുറെ കളക്ഷൻസ്. ന്യൂ എന്ന് പറയാനായിട്ട് നമുക്ക് ഈ ചെറിയ പീസുകളിൽ എല്ലാ സാധനങ്ങളും റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറെ മോഡലുകളുണ്ട്. ഇതിനകത്ത് എല്ലാ ആഴ്ചകളിലും പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതാണെങ്കിൽ ഫുള്ള് എന്താ പറയുക, നമുക്ക് വണ്ടിയുടെ ഒരു ഫുൾ ഓപ്ഷൻ എന്ന് പറയുന്ന പോലെ ഇതിനകത്തെ ഒരു ഫുൾ ഓപ്ഷൻ ആണ്. 1:24 സ്കെയിൽ വരുന്ന ഫുൾ ഓപ്ഷൻ സാധനങ്ങളാണ് ഈ വരുന്നത്. ഇതിന്റെ ഡിക്കി, ബോണറ്റ്, ഡോറ് എല്ലാം തുറക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ബെൻസിന്റെ AMG കൂടാതെ ലൈറ്റ് ഉണ്ട്, സൗണ്ട് ഉണ്ട്. ലൈറ്റ് ഞാൻ ഇതിന്റെ കത്തിച്ച് കാണിക്കാം. അത് നമ്മളെ ബേസ് ചെയ്തിരിക്കുവായതുകൊണ്ട്. അതേതാ വണ്ടി? ഇത് ഷെവർലയുടെ വണ്ടി. ഇതിന്റെ ലൈറ്റ് ഇപ്പൊ കത്തി കിടക്കുവാണ്. പിന്നെ ചിലതിന് അതിന്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് ഒരു സൗണ്ട് കൂടെ ഉണ്ട്. സൗണ്ട് കേൾക്കാൻ പറ്റും. സൗണ്ട് വേണ്ട ലൈറ്റ് മാത്രം. പിന്നെ നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന അത്യാവശ്യം കളക്ഷനില് ഒരു റെയർ സാധനമാണ്. 1:18 സ്കെയിലില് നമുക്ക് നേരത്തെ 1:6 ഇത് അൽഫാഡ് വെൽഫെയറിന്റെ തന്നെ സെയിം ഇതിൽ വരുന്നതാണ്. അപ്പം ഇതാണ് ഇപ്പൊ ഇരിക്കുന്നതിൽ ഏറ്റവും അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനം നമ്മുടെ ഇവിടുത്തെ ഇതിൽ. ഇതെല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിനകത്ത് എന്ന് വെച്ചാൽ ഇതിന്റെ ഗ്ലാസ് വരെ നമുക്ക് താക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ചെറിയൊരു ഐറ്റം കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ. അതേപോലെ ഇതിന്റെ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു നമുക്ക് സാറ്റിസ്ഫാക്ഷൻ. ഇത് ശരിക്കും പറഞ്ഞാല് മോട്ടർ വരുന്നതാണ്. ഇതിന്റെ ഒരു സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ ഈ സാധനം ഓട്ടോമാറ്റിക് ഓപ്പൺ ആവേണ്ടതാണ്. അപ്പൊ ചെറിയ എന്തോ ഒരു പ്രശ്നം കാരണം നമ്മൾ മാറാൻ വെച്ചേക്കുവാണ്. അപ്പം ഉടനെ അടുത്ത സാധനം വരും. 2-3 ദിവസത്തിനുള്ളിൽ ഇതിന്റെ ഫ്രഷ് പീസ് വരും. ഇത് റിമോട്ടിൽ തന്നെ നമുക്ക് ഓൾറെഡി നമ്മുടെ സ്ലൈഡിങ് വരുന്ന പോലെ തന്നെ നമുക്കിത് സ്ലൈഡ് ചെയ്യാൻ പറ്റും സ്വിച്ച് ആക്കി കഴിഞ്ഞാൽ. ഓഫ് റോഡ് ഐറ്റം എന്താ കിടക്കുന്നത്? ഓഫ് റോഡ് നമുക്ക് RC ആയാലും. RCയിൽ നമ്മുടെ വലിയ ക്രൗളർ ഉണ്ടല്ലോ, പഴയ മോഡൽ. ഇത് കണ്ടോ, നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള ആ ക്രൗളറിന്റെ തന്നെ ഒരു മിനി RC ആണിത്. ഇത് നമുക്ക് ഫോണെ കണക്ട് ചെയ്യാം. അതുപോലെ റിമോട്ടും ഉണ്ട്. റിമോട്ട് നമുക്ക് ഫോണിലും കണക്ട് ചെയ്യാം. അതുപോലെ റിമോട്ടിലും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പിന്നെ സസ്പെൻഷൻ എല്ലാം വർക്കിംഗ് ആണ്. ഇപ്പൊ സീലായിട്ട് ഇരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം എടുത്ത് പീസ് കാണിക്കായിരുന്നു. നല്ല അടിപൊളിയായിട്ട് വരുന്ന സാധനമാണ്. പിന്നെ നമ്മുടെ തന്നെ ഒരു വീഡിയോ ട്രെൻഡിങ് ആയത് ഈ ഹിറ്റാച്ചിയുടെ ആയിരുന്നു. ഇത് RC ഹിറ്റാച്ചിയ. ഇത് റിമോട്ടല്ല, ഫുൾ ഫങ്ഷൻ വർക്ക് ചെയ്യാൻ പറ്റുന്ന മിനി മോഡൽ. അടുത്ത ട്രക്കുണ്ട്. ഇതും റിമോട്ട് തന്നെ. ഒരു മെസ്സി നമ്മുടെ ഫുട്ബോളൊക്കെ അല്ലേ, അപ്പൊ അതിന്റെ ഒരു ഇതിലൊരു
ചെറിയൊരു മെസ്സി വേറെ ഉണ്ടായിരുന്നത് തീർന്നു. റൊണാൾഡോയും ബാക്കിയുള്ള എല്ലാ ടീമുകളും ഉണ്ടായിരുന്നു, അത് തീർന്നു പോയത്. ഈ ഇരിക്കുന്ന ഐറ്റംസ് ഒക്കെയോ? ഇതെല്ലാം ഒരു 1:36 എന്ന് പറഞ്ഞൊരു സ്കെയിൽ വരുന്ന സാധനങ്ങളാണ്. അപ്പം ഇതിനകത്ത് ഒത്തിരി പുതിയ സാധനങ്ങൾ വരാറില്ല അങ്ങനെ. പിന്നെ ഒരു വിൻറ്റേജ് സാധനമുണ്ട്, നമ്മുടെ പ്രീമിയർ പത്മിനി ഫിയറ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റം. നമ്മുടെ ഇന്ത്യൻ മോഡലാണ്, ഡൽഹിയിൽ മാനുഫാക്ചർ ചെയ്ത് വരുന്നൊരു ഐറ്റമാണ്. ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പ് അല്ലേ? ഇതിന്റെ ഡോറൊക്കെ ഓപ്പൺ ചെയ്യാവുന്ന. ഇത് മെറ്റൽ അല്ല, പ്ലാസ്റ്റിക് ആണ് വരുന്നത്. നമ്മുടെ ഇന്ത്യൻ കാർസ് കുറെ അധികം വരുന്നതും പ്ലാസ്റ്റിക് ആണ്. താർ ഇരിപ്പുണ്ട്. ജീവിതത്തിൽ സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല, ഇതിലൊന്നും എന്തെങ്കിലും ഒരു സമയം വരുമെന്ന്. നമ്മള് താർ റോക്സ് ഇരിപ്പുണ്ട്. ഇതൊക്കെ ഒഫീഷ്യലായിട്ട്. പിന്നെ അതേപോലെ ഒരു കുഞ്ഞൻ സാധനമുണ്ട്. ഇത് നമ്മുടെ BMW, എല്ലാവർക്കും അറിയാൻ പറ്റും. CC എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിന്റെ BMW M4 ആണ്, ഒഫീഷ്യൽ ലൈസൻസ് വരുന്ന മോഡലാണ്. ഇതിനും ഒഫീഷ്യൽ ലൈസൻസ് വരുന്ന ഒറിജിനൽ എംബ്ലം അതിന്റെ ഫ്രണ്ടിലുണ്ട്. ഫ്രണ്ടിലും ബാക്കിലായിട്ട് ഒറിജിനൽ എംബ്ലം ഉണ്ട്. അപ്പൊ ഇതും ഒരു 500 രൂപയ്ക്ക് മുകളിലേക്ക് നിൽക്കുന്ന ഒരു ഐറ്റമാണ്. ഇത് കണ്ടാ കുഞ്ഞനാണെങ്കിലും സംഭവം നമ്മുടെ മിസ്തുബുഷി ഡെൽക്ക. ഇതും അത്യാവശ്യം ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ്, മിസ്തുബുഷി ഡെൽക്ക എന്ന് പറഞ്ഞിട്ട്. പഴയ മോഡലാണ്, ക്യാമ്പർ വാൻ ടൈപ്പിൽ എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിന്റെ രസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്, ഇതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു. സ്പോർട്സ് ഐറ്റംസ് ആണ്, അതൊന്നും എടുത്തേ. ഇത് നമുക്കൊന്ന് കാണിച്ചേക്കാം. ഇത് നമ്മുടെ ആസ്റ്റൺ മാർട്ടിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഐറ്റമാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് അങ്ങനെ അധികം ഞാൻ കണ്ടിട്ടില്ല. ഇത് പിന്നെ നിസാന്റെ GTR. ഇത് പിന്നെ എല്ലാവർക്കും പെട്ടെന്ന് അറിയാൻ പറ്റുന്നൊരു സംഭവമാണ്, ഡോഡ്ജ്. മസിൽ കാറുകളിൽ അറിയപ്പെടുന്ന സംഭവമാണ്. ഇതിന്റെ ചെറുതുമുണ്ട്. ഇത് 1:24 സ്കെയിലാണ്. ചെറിയ വണ്ടികളുണ്ടല്ലേ? ചെറിയ വണ്ടികളുണ്ട്, ഒരുപാട് തീരെ ചെറിയ വണ്ടികളും നമ്മുടെ കയ്യിൽ ഉണ്ട്. അത് 1:64 മുതൽ 1:18 വരെയുള്ള എല്ലാ സ്കെയിലുകളും നമ്മുടെ കയ്യിലുണ്ട്. ഇതിന്റെ 1:64 എന്ന് പറയുമ്പോൾ 64 ആകുമ്പോഴത്തേക്ക് ഇതിന്റെ സൈസ് കുറയുകയും സൈസ് ചെറുതാകുന്നതിനനുസരിച്ച് വലിപ്പം കൂടുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിന്റെ ഈ വണ്ടിയുടെ റേഷ്യോ ഇങ്ങനെ പോകുന്നത്. ഇത് റോയൽ എൻഫീൽഡിന്റെ ഒഫീഷ്യൽ ലൈസൻസ് വരുന്ന മോഡലാണ്. പിന്നെ ഇത് നമ്മുടെ BMW-ന്റെ ആണെന്ന് തോന്നുന്നു. എനിക്ക് ബൈക്കിന്റെ കാര്യത്തിൽ വലിയ ധാരണയില്ല, ബാക്കിയെല്ലാം നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മുടെ നിഞ്ച H2R. ഇത് സ്മോക്കൊക്കെ വരുന്ന ടൈപ്പാണ്. ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ സ്മോക്ക് വരും, ആ ടൈപ്പ്. ഇതിനകത്തെല്ലാം ഭയങ്കര രസങ്ങളുണ്ട്. ചില കാറിനകത്ത് സ്മോക്ക് വരുന്നുണ്ട്, ഡൈകാസ്റ്റിലും ചില സ്മോക്ക് വരുന്ന കാറുകളുണ്ട്. ഇത് നമ്മുടെ CID മൂസയ്ക്കകത്ത് കാറ്. ഇതിന്റെ CID മൂസയ്ക്കകത്ത് ടോപ്പ് ഇല്ലെന്നേ ഉള്ളൂ, ഇതിന് ടോപ്പ് ഉണ്ട്. എപ്പോഴും ടോപ്പ് ഇല്ലാത്ത മോഡൽ ഇറക്കിയിട്ടുണ്ട്, ക്യാഡിലാക്ക്. ഇത് എനിക്ക് തിരുവല്ല അവിടെ ഇവിടെ ഓർമ്മ കിടപ്പുണ്ട്. ഈ വണ്ടി, ഈ സെയിം വണ്ടി ഉണ്ട്. ഇന്നൊരാൾ വന്നപ്പോ പറഞ്ഞു സ്കോർപിയോ ഒക്കെ പുതിയതായിട്ട് ഇപ്പോൾ വന്ന മോഡലുകള്. സ്കോർപിയോ അങ്ങനെ വന്നിട്ടില്ലായിരുന്നു. പിന്നെ നമ്മുടെ ദിലീപ് മോഹൻലാലോട് അഭിനയിച്ച സിനിമയ്ക്കകത്ത് മോഹൻലാൽ വരുന്ന ആ റോൾസ് റോയ്സിന്റെ 6 വീല്. ഇത് നമുക്ക് ഇതിന്റെ എംബ്ലം താന്നിരിക്കുക നമുക്ക് പൊക്കാൻ പറ്റും. നമുക്ക് തന്നെ കൈകൊണ്ട് പൊക്കി വെക്കാൻ പറ്റുന്ന രീതിയിലാണ് റോൾസ് റോയ്സിന്റെ എംബ്ലം ആയിട്ട്. ഓരോ വണ്ടി വരുമ്പോഴേ നമുക്ക് തന്നെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. നമുക്കൊരു ക്രൈസാണ് ശരിക്കും പറഞ്ഞ ഇതിനോട്. പുതിയ പുതിയ ഐറ്റംസ് ഇങ്ങനെ കാണാറുണ്ട്. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാല് നമ്മൾ കോഴഞ്ചേരിയിൽ നിന്ന് തിരുവല്ലയ്ക്ക് പോകുന്ന റൂട്ടില് ചെട്ടിമുക്കിന്റെ തൊട്ടടുത്ത സ്പോട്ട് ചാലായിക്കര എന്ന് പറയുന്ന സ്ഥലമാണ്. റോഡ് സൈഡിൽ തന്നെയാണ്. റോഡ് സൈഡിൽ ചെറിയ കടയുള്ളത്. അത് നമ്മള് ടോയ്സ് ഓൺ വീൽസ് എന്നാണ് നമ്മൾ ഇതിന്റെ ഒരു പേര് കൊടുത്തേക്കുന്നത്. അത് കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഫുഡ് ട്രക്ക് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ജോസി മുറോ തന്നെ ഒരുപാട് ഫുഡ് ട്രക്കിന്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ തന്നെ സ്വന്തം ഐഡിയയിൽ ഞങ്ങൾ തന്നെ ചെയ്തെടുത്തതാണ്. ഞാനും അച്ഛനും കൂടെ വീട്ടിൽ തന്നെ ചെയ്തെടുത്ത ഒരു കാർട്ടറാണിത്. അപ്പം നമ്മൾ ടോയ് കാർട്ടർ എന്ന് അതിനൊരു പേരും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ടൈമിംഗ് കൂടെ ഒന്ന് പറഞ്ഞേരെ. ടൈം രാവിലെ 10 മണി തൊട്ട് രാത്രിയിൽ ഒരു 8:30 വരെ ഉണ്ട്. മഴയില്ല ഞാൻ മാക്സിമം ഞാൻ തന്നെ കാണാൻ ശ്രമിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അച്ഛനായിരിക്കും ചിലപ്പം
ഇരിക്കുന്നത്. അപ്പം അഖിൽ ബ്രോയുടെ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു. വീഡിയോയിൽ നമ്പർ കൊടുക്കട്ടെ? കൊടുത്തു കുഴപ്പമില്ല, അപ്പൊ ആളുകളൊക്കെ വിളിക്കും, വിളിച്ചോട്ടെ. ഓക്കെ, ശരി, എല്ലാവിധ ആശംസകളും. താങ്ക് യു. നമ്മുടെ ഫോളോവേഴ്സിനൊക്കെ ബൈ കൊടുത്തേ. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് ജോസി ബ്രോയ്ക്ക് വലിയൊരു താങ്ക്സ്. കാരണം എനിക്ക് തോന്നുന്നു തുടങ്ങിയ സമയത്ത് അന്ന് വന്ന് കണ്ടനോട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു. പിന്നെ പൊങ്ങുന്നത് ഇപ്പോഴാണ്. അപ്പോൾ എന്തായാലും ജോസി ബ്രോയോടും ബ്രോയുടെ ഫോളോവേഴ്സിനും എല്ലാവർക്കും വലിയൊരു ബൈ. ഓക്കെ, താങ്ക് യു.